ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 30-ാമത്തെ അധ്യായം. അതിൻ്റെ സംഗ്രഹം. പ്രചേതസ്സുകളുടെ കഥ. ബ്രഹ്മർഷേ, പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ തപസ്സിന് പോയതായിട്ട് അങ്ങ് പറഞ്ഞിരുന്നുവല്ലോ. അവർ രുദ്രഗീതത്താൽ ശ്രീഹരിയെ സന്തോഷിപ്പിച്ച് ഏതു ഗതിയെയാണ് പ്രാപിച്ചത്? പ്രചേതസ്സുകൾക്ക് രുദ്രദേവനെ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞുവല്ലോ. മോക്ഷാധിപതിയായ ആ ശ്രീഹരിയുടെ പ്രിയ സുഹൃത്തായിരിക്കുന്ന ആ രുദ്രദേവൻ്റെ ശിഷ്യന്മാരായി തീർന്ന അവർ നിശ്ചയമായും ബ്രഹ്മസായുജ്യത്തെ പ്രാപിച്ചിരിക്കണം. അതിനു മുൻപ് അവർ ഈ ലോകത്തിലും പരലോകത്തെയും വെച്ച് പ്രാപിച്ചത് എന്തെല്ലാം അനുഭവങ്ങളാണ്? വിതുരൻ ഇങ്ങനെ ചോദിച്ചതിന് മൈത്രേയ മഹർഷി മറുപടി പറഞ്ഞു. അച്ഛൻ്റെ ഉപദേശം അനുസരിച്ച് തപസ്സിന് പോയ ആ പ്രചേതസ്സുകൾ പരമശിവൻ ഉപദേശിച്ച രുദ്രഗീതം ജപിച്ചുകൊണ്ട് സമുദ്രത്തിൽ മുങ്ങിക്കിടന്നു തപസ് ചെയ്ത് ആ ഭഗവാനെ സന്തോഷിപ്പിച്ചു. 10,000 സംവത്സരം കഴിഞ്ഞപ്പോൾ ശാശ്വതനും പരമപുരുഷനുമായിരിക്കുന്ന ഭഗവാൻ സ്വന്തം തേജസ്സിനാൽ അവരുടെ ക്ലേശങ്ങളെ ശമിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. മഹാമേരു പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ മേഘം എന്ന പോലെ ഗരുഡൻ്റെ പുറത്ത് വിളങ്ങുന്നവനും മഞ്ഞപ്പട്ട അണിഞ്ഞവനും കൗസ്തുഭരത്നം ധരിച്ചവനും തൻ്റെ ആ ശോഭ കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ഇരുട്ടിനെ അകറ്റുന്നവനും ആയിരുന്നു ആ ഭഗവാൻ. പ്രകാശമാനങ്ങളായിരിക്കുന്ന കുണ്ടലങ്ങൾ പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളോടും അതിസുന്ദരമായിരിക്കുന്ന മുഖാംബുജത്തോടു കൂടിയവനും മിന്നിത്തിളങ്ങുന്ന കിരീടങ്ങൾ അണിഞ്ഞവനും 8 തൃക്കൈകളിൽ ദിവ്യായുധങ്ങളോട് കൂടിയവനും പാർഷദന്മാരാലും മുനിമാരാലും ദേവശ്രേഷ്ഠന്മാരാലും അകമ്പടി സേവിക്കപ്പെട്ടവനും ഗരുഡനാലും കിന്നരന്മാരാലും ഗാനം ചെയ്യപ്പെടുന്ന കീർത്തിയോട് കൂടിയവനും ആയിരുന്നു ആ പ്രചേതസ്സുകൾക്ക് ദർശനം നൽകിയ ആ ഭഗവാൻ. മാറിടത്തിൽ ശോഭിക്കുന്ന ലക്ഷ്മി ദേവിയോട് മത്സരിക്കുന്ന വനമാലയാൽ പരിവേഷ്ടിതനായ ആ ഭഗവാൻ തന്നെ ശരണം പ്രാപിച്ച ആ പ്രചേതസ്സുകളെ കാരുണ്യകടാക്ഷത്താൽ അനുഗ്രഹിച്ചുകൊണ്ട് മേഘഗംഭീരമായ സ്വരത്തിൽ അരുളി ചെയ്തു. രാജകുമാരന്മാരെ, നിങ്ങൾക്ക് മംഗളമുണ്ടാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വരം വരിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ പരസ്പര സ്നേഹത്താലും ധർമാചരണത്താലും ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. 2 സന്ധിക്കും ദിവസേന നിങ്ങളെ സ്മരിക്കുന്നവർക്ക് സഹോദര സ്നേഹവും ജീവന്മാരിൽ മൈത്രീഭാവവും ഉണ്ടാകും. നിങ്ങൾ ജപിച്ച രുദ്രഗീതം കൊണ്ട് രാവിലെയും വൈകുന്നേരവും എന്നെ സ്തുതിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന വരമെല്ലാം നൽകി ഞാൻ അനുഗ്രഹിക്കും. അവർക്ക് നിർമ്മല ബുദ്ധിയെയും നൽകും. അച്ഛൻ്റെ ആജ്ഞയെ സന്തോഷത്തോടെ അനുസരിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ തപസ്സിന് വന്നത്. അതിനാൽ നിങ്ങളുടെ കീർത്തി ലോകമെല്ലാം നിറയും. ബ്രഹ്മാവിന് തുല്യമായ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഒരു പുത്രൻ നിങ്ങൾക്കുണ്ടാകും. ആ മകൻ സ്വന്തം സന്തതികളെ കൊണ്ട് 3 ലോകങ്ങളെയും നിറയ്ക്കും. കണ്ടു മഹർഷിക്ക് പ്ലംലോച എന്ന അപ്സര സ്ത്രീയിൽ മാരിഷ എന്ന പേരോട് കൂടിയ ഒരു മകളുണ്ടായി. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച കുഞ്ഞിനെ വൃക്ഷങ്ങൾ എടുത്തു വളർത്തി. വിശന്നു കരയുന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ വായിൽ അമൃതവർഷിയായിരിക്കുന്ന ചൂണ്ടുവിരൽ വെച്ച് കുടിക്കാൻ കൊടുത്ത് ചന്ദ്രൻ അവളെ പോഷിപ്പിച്ചു. അച്ഛൻ്റെ ഉപദേശപ്രകാരം സൃഷ്ടി വളർത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആ കന്യകയെ വിവാഹം ചെയ്തു കൊള്ളുവിൻ. ഒരേ ധർമ്മത്തോടും സ്വഭാവത്തോടും കൂടിയ നിങ്ങൾ 10 പേർക്കും തുല്യധർമ്മവും സ്വഭാവവുമുള്ള അവൾ പത്നിയായിത്തീരും. എൻ്റെ അനുഗ്രഹത്തോടു കൂടിയ നിങ്ങൾ അനേകായിരം ദിവ്യ സംവത്സരക്കാലം ലൗകിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവിൻ. ഗൃഹസ്ഥധർമ്മത്തിലൂടെ മനസ്സിന് ശുദ്ധി വന്ന് നിങ്ങൾക്ക് എന്നിൽ നിശ്ചലമായ ഭക്തിയുണ്ടാവും. ശുദ്ധമായി തീർന്ന മനസ്സിൽ അനുഭവപ്പെടുന്ന ആ ഭക്തിയുടെ പ്രഭാവത്താൽ നിങ്ങൾ സംസാരത്തിൽ നിന്ന് നിവർത്തിച്ച് എൻ്റെ ഉത്തമസ്ഥാനത്തെ പ്രാപിക്കും. ഭക്തി വളർത്തിക്കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഗൃഹസ്ഥ ജീവിതം ബന്ധകാരണമായി തീരില്ല. ബ്രഹ്മജ്ഞാനികളായ ഉപദേഷ്ടാക്കളിലൂടെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. അനുനിമിഷം പുതുമ തോന്നിക്കുന്നതായിരിക്കും എൻ്റെ രൂപം. എൻ്റെ സച്ചിന്മയ സ്വരൂപം സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. അതിൽ എത്തിച്ചേർന്നവർ പിന്നെ മോഹിക്കില്ല, ദുഃഖിക്കില്ല, സന്തോഷിക്കുകയുമില്ല. കാരണം അവരുടെ ആ വ്യക്തിഭാവം പരബ്രഹ്മമായ എന്നിൽ ഏകീഭവിച്ച് ഒന്നായിത്തീരും. ഭഗവാന്റെ ദർശനത്താൽ മനസ്സിൽ നിന്നും രജസ്തമോ വാസനകൾ നീങ്ങിയ പ്രചേതസ്സുകൾ ധർമാർത്ഥകാമമോക്ഷങ്ങൾക്ക് ആശ്രയീഭൂതനായിരിക്കുന്ന ഭഗവാനെ കൈകൂപ്പിത്തൊഴുത് ഗദ്ഗദാക്ഷരങ്ങളോടെ സ്തുതിച്ചു. അവിദ്യ, ആത്മവിസ്മൃതി, അസ്മിത, അഹങ്കാരം, രാഗം, ആഗ്രഹം, ദ്വേഷം, വെറുപ്പ്, അഭിനിവേശം, ഭാര്യാപുത്രാദികളോട് അത്യന്തം അടുപ്പം എന്നീ 5 വിധ ക്ലേശങ്ങളെ നശിപ്പിക്കുന്നവനും ഭക്തവാത്സല്യത്തെ പ്രകാശിപ്പിക്കുന്ന ഉദാരങ്ങളായിരിക്കുന്ന തിരുനാമങ്ങളാൽ കീർത്തിക്കപ്പെടുന്നവനും വാക്കിനും മനസ്സിനും അതീതനും
ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവനും ആയ ഇന്ദ്രിവടിക്ക് നമസ്കാരം. സ്വന്തം ജ്ഞാനപ്രഭാവത്താൽ മായാഗുണങ്ങൾ ബാധിക്കാത്തവനും യാതൊരു വിധ വികാരങ്ങളുമില്ലാത്തവനുമായ അവിടുത്തേക്ക് നമസ്കാരം. മനസ്സാകുന്ന ഉപാധിയിൽ മിഥ്യയായി പ്രതിഭാസിക്കുന്ന ദ്വൈത പ്രതീതിയോടുകൂടിയവനായും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു വേണ്ടി മായയിലൂടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സ്വരൂപേണ വിളങ്ങുന്നവനുമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ശുദ്ധസത്വസ്വരൂപനും സംസാരവാസനകളെ നശിപ്പിക്കുന്നവനും വാസുദേവപുത്രനും യാദവന്മാരുടെ പതിയും ശ്രീകൃഷ്ണനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പത്മനാഭനും താമരമാലയണിഞ്ഞവനും താമരപ്പൂ പോലെ കോമളങ്ങളായിരിക്കുന്ന പാദങ്ങളോട് കൂടിയവനും ചെന്താമര കണ്ണനും ആയിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. താമരപ്പൂവിൻ്റെ അല്ലിക്കൊത്ത മഞ്ഞപ്പെട്ട് ധരിച്ചവനും എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയീഭൂതനും സർവസാക്ഷിയുമായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. സകലവിധ ദുഃഖങ്ങളെയും ദർശനമാത്രയിൽ നശിപ്പിക്കുന്നതാണ് ഇന്ദ്രിവടിയുടെ സ്വരൂപം. അതിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ. ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇനി എന്ത് അനുകമ്പയാണ് ഞങ്ങൾക്ക് കാണിക്കേണ്ടതായിട്ടുള്ളത്? സർവവിധ അമംഗളെയും നശിപ്പിക്കുന്ന ഭഗവാനെ ഞങ്ങളെ സ്വന്തമെന്ന് കരുതി അവിടുന്ന് ഓർമ്മിക്കുന്നുവല്ലോ. അതുമാത്രമാണ് മഹാപ്രഭുവായ അവിടുന്ന് ഞങ്ങളോട് കാണിക്കേണ്ടതായിട്ടുള്ള ഔദാര്യം. ഇന്ദ്രിവടിയുടെ സ്മരണ മാത്രയിൽ തന്നെ മനഃശാന്തി അനുഭവപ്പെടും. എല്ലാവരുടെയും ഹൃദയത്തിൽ സർവസാക്ഷിയായി മറഞ്ഞിരിക്കുന്ന അവിടുന്ന് ഉപാസകരായ ഞങ്ങളുടെ ആഗ്രഹവും അറിയുന്നവനാണല്ലോ. ആ സ്ഥിതിക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വരം എന്താണെന്ന് പറയാതെ തന്നെ അവിടുത്തേക്കറിയാം. ജഗൽപ്രഭോ, മുക്തിമാർഗത്തിൻ്റെ ഉപദേഷ്ടാവും ലക്ഷ്യഭൂതനും ആയ നിന്ദ്രിവടി ഞങ്ങളോട് സന്തോഷിച്ചുവല്ലോ. ഞങ്ങൾ ആഗ്രഹിച്ച വരം അവിടുത്തെ ആ സന്തോഷം മാത്രമാണ്. അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലും സർവോത്കൃഷ്ടനായിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ ഒരു വരം ആവശ്യപ്പെടാം. വിഭൂതികൾക്ക് അവസാനമില്ലാത്തതിനാൽ നിന്ദ്രിവടി അനന്തൻ എന്ന് കീർത്തിക്കപ്പെടുന്നു. കൽപ്പകവൃക്ഷം സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമാൻ മറ്റൊന്നും ആഗ്രഹിക്കുക പതിവില്ല. അതുപോലെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന നിന്ദ്രിവടിയെ ലഭിച്ച ഞങ്ങൾ എന്തു വരമാണ് ചോദിക്കേണ്ടത്? അവിടുത്തെ മായയാൽ ബാധിക്കപ്പെട്ടവരായിട്ട് ഞങ്ങൾ ഈ സംസാരത്തിൽ ചുറ്റിത്തിരിയുന്ന കാലത്തോളം ഓരോ ജന്മത്തിലും ഭഗവത് ഭക്തന്മാരോടുള്ള സമ്പർക്കം ഞങ്ങൾക്കുണ്ടാവണം. ഭക്തന്മാരോടുള്ള സത്സംഗത്തിൻ്റെ മുൻപിൽ സ്വർഗലോകവും മുക്തി പോലും നിസ്സാരമാണ്. ആ സ്ഥിതിക്ക് മനുഷ്യരുടെ തുച്ഛ വിഷയങ്ങളെപ്പറ്റി പറയേണ്ടതുണ്ടോ? ഭക്തജന സമാജത്തിൽ ഭഗവത് കഥകൾ എപ്പോഴും വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കും. അത് കേട്ടാൽ തന്നെ ശാരീരിക സുഖങ്ങളിൽ വൈരാഗ്യം വന്ന് മനസ്സ് ശാന്തമായിത്തീരും. യാതൊരുവിധ ഭയവുമില്ലാത്ത ആ സുരക്ഷിത സ്ഥാനമാണ് സത്തുക്കളുടെ സമാജം. നിസ്സംഗരായിരിക്കുന്ന സജ്ജനങ്ങൾ സന്യാസിമാരുടെ ആ പരമഗതിയായ ഇന്ദ്രിവടിയെ എപ്പോഴും കീർത്തിച്ചു കൊണ്ടിരിക്കും. പാദസ്പർശം കൊണ്ട് തീർത്ഥങ്ങളെപ്പോലും ശുദ്ധീകരിക്കുന്ന ഭക്തന്മാരോടുള്ള ചേർച്ച സംസാരഭീതരായ ആർക്കു തന്നെ രുചികരമായി തോന്നില്ല. അവിടുത്തെ ആ പ്രിയ സുഹൃത്തായ പരമശിവനോട് സാധിച്ച ക്ഷണനേരത്തെ സത്സംഗത്തിൻ്റെ പ്രഭാവത്താലാണ് ചികിത്സിച്ചു മാറ്റാൻ പ്രയാസമായിരിക്കുന്ന ജനനമരണ രോഗങ്ങളുടെ ആ ഭിഷഗ്വരനായിരിക്കുന്ന നിന്ദ്രിവടിയെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിഞ്ഞത്. മഹാപ്രഭോ, ഞങ്ങൾ കുറച്ചുകാലം വേദം പഠിച്ചിട്ടുണ്ട്. ഗുരുജനങ്ങളെയും ബ്രാഹ്മണരെയും വൃദ്ധന്മാരെയും അനുസരണയോടെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അസൂയയുടെ കടിക പോലുമില്ലാത്ത വിശിഷ്ടരെയും സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും ആദരിച്ചിട്ടുണ്ട്. ദീർഘകാലം ആഹാരമൊന്നുമില്ലാതെ ഇവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്തിട്ടുമുണ്ട്. ഇവയെല്ലാമാണ് ഞങ്ങൾ ഈ ജന്മത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ. അവയെല്ലാം നിന്ദ്രിവടിക്ക് സന്തോഷമായി തീരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സ്വയംഭുവമനു, ആ ബ്രഹ്മാവ്, സർവജ്ഞനായിരിക്കുന്ന ശിവൻ എന്നിവരും തപസ്, ജ്ഞാനം എന്നിവയാൽ ശുദ്ധമായി തീർന്ന മനസ്സോടു കൂടിയവരുമായിരിക്കുന്ന മറ്റുള്ളവരും നിന്ദ്രിവടിയുടെ മഹാത്മ്യത്തിൻ്റെ അവസാനം കാണാത്തവരാണ്. എങ്കിലും ഞങ്ങളും കഴിവനുസരിച്ച് സ്തുതിക്കുന്നു എന്ന് മാത്രം. സർവത്ര സമനും ശുദ്ധ സ്വരൂപനും പരമപുരുഷനുമായിരിക്കുന്ന നിന്ദ്രിവടിക്ക് നമസ്കാരം. സത്വമൂർത്തിയായ വാസുദേവനും ഐശ്വര്യാദി 6 ഗുണങ്ങളുടെ പൂർണ്ണതയോടുകൂടിയവനുമായിരിക്കുന്ന അവിടുത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. പ്രചേതസ്സുകൾ ഭഗവാനെ ഇങ്ങനെ ഭക്തിപൂർവ്വം സ്തുതിച്ചു. സത്സംഗം സാധിക്കണമെന്നും തങ്ങളുടെ ആ ധർമാചരണം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കണം എന്നുമാണ് ആ പ്രചേതസ്സുകൾ ആവശ്യപ്പെട്ട 2 വരങ്ങൾ.
ശരണാഗത വത്സനായിരിക്കുന്ന ഭഗവാൻ അപ്രകാരം ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. കണ്ടിട്ടും കണ്ടിട്ടും മതിവരാതെ നോക്കി നിൽക്കുന്ന പ്രജേതസ്സുകൾ കാണുകയെ തന്നെ ആ ഭഗവാൻ സുധാമത്തിലേക്ക് എഴുന്നള്ളി. സമുദ്രത്തിൽ നിന്നും കരയ്ക്ക് കയറിയ പ്രജേതസ്സുകൾ ഭൂമി മുഴുവൻ വൃക്ഷങ്ങൾ നിറഞ്ഞതായി കണ്ടു. അവർക്ക് വല്ലാതെ കോപം വന്നു. സ്വന്തം മുഖങ്ങളിൽ നിന്ന് അവർ അഗ്നിയെയും വായുവിനെയും യോഗപ്രഭാവം കൊണ്ട് സൃഷ്ടിച്ച് വൃക്ഷങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങി. വൃക്ഷങ്ങളെ മുഴുവൻ ഭസ്മമാക്കി തീർക്കാൻ ഒരുമ്പെട്ട അവരെ ബ്രഹ്മാവ് സമാധാനിപ്പിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിച്ചു. വല്ലാതെ ഭയപ്പെട്ടവരായിരിക്കുന്ന വൃക്ഷങ്ങൾ വളർത്തുപുത്രിയായിരിക്കുന്ന മാരിഷയെ പ്രജേതസ്സുകൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. ബ്രഹ്മദേവൻ്റെ ഉപദേശപ്രകാരം അവർ മാരിഷയെ വിവാഹം ചെയ്തു. പണ്ട് പരമശിവനെ അവമാനിച്ചവനും ബ്രഹ്മപുത്രനുമായിരിക്കുന്ന ദക്ഷൻ ആടിൻ്റെ തലയോടുകൂടിയ ആ ശരീരം ഉപേക്ഷിച്ച് മാരിഷയിൽ പ്രജേതസ്സുകളുടെ മകനായിട്ട് പിന്നെ പിറന്നു. ചാക്ഷുഷമന്വന്തരത്തിൽ ഈ ദക്ഷൻ ഈശ്വരപ്രേരണയ്ക്ക് വിധേയനായിട്ട് അസംഖ്യം പ്രജകളെ സൃഷ്ടിച്ചു. ജനിച്ച ഉടനെ തന്നെ സ്വന്തം തേജസ് കൊണ്ട് മറ്റുള്ളവരുടെ തേജസ്സിനെ അപഹരിച്ചതിനാലും കർമ്മങ്ങളിലുള്ള സാമർഥ്യത്താലും ദക്ഷൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു. ബ്രഹ്മാവ് ദക്ഷനെ പ്രജകളുടെ സൃഷ്ടിക്കും രക്ഷയ്ക്കും ചുമതലപ്പെടുത്തി. പട്ടാഭിഷേകം ചെയ്ത് പ്രജാപതികളുടെ രക്ഷകനായി വാഴിച്ചു. മറ്റു പ്രജാപതികളെ അവരവരുടെ കർത്തവ്യങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. ശ്രീഹരേ.